കൂടി കയറിയിട്ട് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ശരി, ഇനി നമുക്ക് ആർക്കും വേണ്ടിയിട്ട് വെയിറ്റ് ഉണ്ട, റെനിയുണ്ട്. ഇവരെയൊക്കെ പ്രതിരോധിക്കേണ്ടി വരുമല്ലോ. കാരണം മുസ്ലിം നാമധാരികളുടെ നാവിൽ ആദ്യം തെറിവാചകങ്ങളെ വരും. ഞാൻ ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്റുകളുടെയും വീഡിയോകളുടെയും ഒക്കെ താഴെ വരുന്ന തെറി അഭിഷേകമുണ്ടല്ലോ, സത്യത്തില് എനിക്ക് നല്ല ടെൻഷൻ വരുമ്പോൾ ഞാൻ അതെടുത്ത് വായിക്കാറാണ് പതിവ്. നിമിഷാർത്ഥ നേരം കൊണ്ട് ആ ടെൻഷനൊക്കെ അങ്ങോട്ട് പോയി കിട്ടും. കാരണം ഇവരുടെ വിവരക്കേടുകളാണല്ലോ ഈ പുറത്തു വരുന്നതെല്ലാം. തള്ളയും തന്തയും ചേർക്കാത്ത ഒരു ചീത്തയും ഇവരുടെ കോൺസെപ്റ്റിലില്ല. എമ്മാതിരി തെറിയ. ചിലർക്കൊക്കെ ഞാൻ തിരിച്ചു പോയിട്ട് ഉമ്മയ്ക്ക് സുഖാണോ, പാപ്പയ്ക്ക് സുഖാണോ, അമ്മയും പാപ്പയൊക്കെ ആണോ ഈ രൂപത്തില് എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഈ മതത്തിന്റെ പ്രത്യേകതയാണ് അത്. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാലും ചില സന്ദർഭത്തില് ഞാനും ഈ മതത്തിന്റെ സന്തതി തന്നെയല്ലേ, അപ്പോൾ ചിലപ്പോ ക്ഷമ വരത്തില്ല. നമ്മുടെ തന്തയും തള്ളയും ഒക്കെ ആവശ്യമില്ലാത്ത തെറി വർത്തമാനങ്ങൾ പറയുമ്പോൾ അതിന്റെ അപ്പുറം നിന്റെ തന്തയാടാന്നൊക്കെ പറയേണ്ടി വരും. അവന്റെ ഒക്കെ തന്തയ്ക്കും തള്ളയ്ക്കും കൊണ്ടാലേ ഇവനു അല്ല, അവർക്ക് പറഞ്ഞാലേ ഇവനൊക്കെ കൊള്ളൂ എന്നുള്ളത് കൊണ്ട് ഇന്നിപ്പോ മുക്കാൽ മീഡിയ തപ്പിക്കൊണ്ടുവന്ന ഒരു സുഡുവിന്റെ വാർത്ത നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. അയാളുടെ ആക്രോശമൊക്കെ കണ്ടു ക്രിസ്ത്യാനികൾക്കെതിരെ. നിങ്ങളുടെ ബൈബിൾ കൊണ്ടുവരൂ, അതിനകത്ത് യേശുവിന്റെ പേരുണ്ടോ, യേശുവാണോ ബൈബിൾ ഇറക്കിയത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇയാൾ ഇങ്ങനെ കൊല്ലാൻ നിൽക്കുന്നത് പോലെ ക്രൗര്യഭാവത്തോടെ ഓടിയെടുക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രം. അപ്പൊ ഞാന് കുറച്ചൊക്കെ ഒന്ന് പരതി, കാരണം ഇതെന്താണ് സംഭവം എന്ന് അറിയണമല്ലോ. സോഷ്യൽ മീഡിയ അപ്ഡേഷന്റെ ഭാഗമായിട്ടൊന്ന് നോക്കിയപ്പോ അവൻ തനി കാക്കാനാണ് എന്ന് മനസ്സിലായി. ഓ, കാക്കാമാരെ അപ്പൊ എക്സ് മുസ്ലിം ആണ് എന്നുകൂടി കണ്ടു. അപ്പൊ എനിക്ക് കുറച്ചുകൂടി അതിനകത്തൊരു താല്പര്യമായി. ശരി, എന്നാ പിന്നെ നമുക്കതൊന്ന് നോക്കിയേക്കാം. എക്സ് മുസ്ലിം ആണെങ്കിൽ ഉടനെ തന്നെ ക്രിസ്ത്യാനികളെയും ഒക്കെ തെറി പറഞ്ഞ് രംഗത്ത് വരുമോ? ഇല്ല. ഇസ്ലാമിൽ എന്താണോ മനുഷ്യന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആശയങ്ങൾ ഉള്ളത്, അതിനെ സംബന്ധിച്ചിട്ടാണ് സാധാരണ എക്സ് മുസ്ലിങ്ങൾ വിമർശനങ്ങളുമായിട്ട് മുന്നോട്ട് വരാറുള്ളത്. ഇതിപ്പോ എന്താണെന്നൊന്ന് അറിയണമല്ലോ. അപ്പൊ ഒന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവനൊരു സുഡു ആണെന്ന്. അപ്പൊ പിന്നെ എന്തായിരുന്നാലും ശരി, എന്നാ പിന്നെ അതിനെ കുറിച്ചിട്ട് മുക്കാൽ മീഡിയ കൊണ്ടുവന്നത് കൂടി ആയതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ ഒരു ഫേക്ക് കോളി ആയിരിക്കുമെന്ന്. നോക്കാം. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇവന്മാരുടെ ഗതി ഇതാണ്. മൂഞ്ചിയല്ലോ. ബ്ലൂടൂത്ത് ഒന്നും കണക്ഷൻ ആയില്ലേ? AR മഹാദേവൻ, ഹായ്. ഇത് കൂട്ടിയൊക്കെ ഒരുമിച്ച് എഴുതിയിരിക്കുന്നത് കൊണ്ടേ ആർ മഹാദേവൻ എന്നൊക്കെയാണ് തോന്നുന്നത്. ശരി, സ്വാഗതം. SS-T2 സ്റ്റോപ്പ് അബ്യൂസിങ് അല്ലാഹ്. അള്ളാഹുവിനെ അബ്യൂസ് ചെയ്യുന്നു അള്ളാഹുവിന് തോന്നിയാല് നിങ്ങൾ സംരക്ഷിക്കേണ്ട കാര്യമുണ്ടോ? അള്ളാഹു സർവശക്തനല്ലേ. അള്ളാഹുവിന്റെ കാര്യം അങ്ങ് നോക്കിക്കോളും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ പ്രേംജി, അല്ലേ? നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അള്ളാഹുവിനെ ഞാൻ അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹു വിചാരിച്ചാൽ എനിക്കൊരു സെക്കൻഡ് നേരം പോരെ എന്നെയൊക്കെ ഇല്ലാതാക്കാൻ. അതുകൊണ്ട് അള്ളാഹുവിനെ അബ്യൂസ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് ഓർത്തിട്ട് വല്ലാതെ വിഷമിക്കാനൊന്നുമില്ല കേട്ടോ. ശരി, എന്തായിരുന്നാലും മുക്കാൽ മീഡിയ കൊണ്ടുവന്ന ഹൈന്ദവ ഭീകരൻ ആരാണെന്ന് അറിയട്ടെ. ആരോപണം വരുന്നുണ്ട്. അപ്പൊ ഒരു പള്ളിയിൽ ക്രിസ്മസിന് വലിയ വ്യാപക ആക്രമണങ്ങൾ ഉണ്ടായിരുന്നുള്ള ആരോപണം വരുന്നുണ്ട്. അപ്പൊ ഒരു പള്ളിയിൽ കയറി ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരാളുടെ വീഡിയോ ഒക്കെ കാണുകയും ചെയ്തു. വലിയ തിലകമൊക്കെ അണിഞ്ഞ് ചുവന്ന തിലകമൊക്കെ അണിഞ്ഞിട്ടാണ് ഇയാൾ ഭീഷണി നടത്തുന്നത്. അപ്പൊ അതിന്റെ വീഡിയോ എടുത്തിട്ട് കേരളത്തിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നത് സംഘപരിവാറാണ് ഭീഷണിപ്പെടുത്തുന്നത്. ശരിക്കും ഇത് ആരാണ് ഈ ഭീഷണിപ്പെടുത്തുന്ന ആള്? സത്യനിഷ്ഠ ആര്യ എന്നാണ് ഈ വൃത്തികെട്ടവന്റെ പേര്. പക്ഷേ ഇവൻ സത്യത്തിൽ ഹിന്ദു അല്ല, RSS അല്ല, സംഘപരിവാറല്ല, ഒന്നുമല്ല. ബംഗ്ലാദേശി മുസ്ലിമാണ്. ആ ബംഗ്ലാദേശിൽ നിന്ന് അവിടെ നിന്ന് അടികൊണ്ട് ഇങ്ങോട്ടേക്ക് ഓടി കയറിയതാണ്. ഇവിടെ ഓടി കയറിയതിനു ശേഷമാണ് ഈ ഒരു പേര് സ്വീകരിച്ച് ഇവിടെ നിന്ന് ഈ പേര് സ്വീകരിച്ചുകൊണ്ട് ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്യലാണ് ഈ ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ പരിപാടിയുടെ അവസാന ഒരു എപ്പിസോഡാണ് നമ്മൾ ഈ ക്രിസ്തുമസ് ദിനത്തിൽ കണ്ടത്. ഗാസിയാബാദിലാണ് ഈ സംഭവം നടന്നത്. പാസ്റ്ററുടെ പേര് രാജു സദാശിവം എന്നാണ്.
പാസ്റ്ററും ഭാര്യയും അവിടെ മതപ്രഭാഷണം അല്ലെങ്കിൽ സുവിശേഷം പറയുകയാണ്. ഇതിനിടയിലേക്ക് ഇയാൾ വലിയ തിലകമൊക്കെ അണിഞ്ഞുകൊണ്ട് ചെന്നുകൊണ്ട് ജീസസ് ക്രൈസ്റ്റിനെ അവഹേളിക്കുന്ന തരത്തിൽ, ഒരിക്കലും ഒരു RSSO സംഘപരിവാറോ ഒരിക്കൽ പോലും ഒരു അന്യമത വിദ്വേഷം പറയില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഈ സംഘടനയെ കുറിച്ച് അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം. ഇദ്ദേഹം ഇദ്ദേഹം എന്ന് പറയണ്ടല്ല, ഈ വൃത്തികെട്ടവൻ ചെന്ന് പറയുന്നത് ഈ ക്രൈസ്റ്റിനെ വളരെയധികം അപമാനിക്കുന്ന തരത്തിലൊക്കെ വിളിച്ചു പറയുകയാണ്. ഈ ക്രൈസ്റ്റ് എന്താ പറയുക, വിദേശ ദൈവമാണ്, അതിനെ ഇവിടെ നമ്മൾ ആരാധിക്കേണ്ടതിന്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതിനെ തുടർന്ന് പല സൈറ്റുകൾ, വാർത്തകൾ നമ്മൾ നോക്കുമ്പോൾ പറയുന്നുണ്ട്, ഇതൊരു RSS കാരനാണ്, വലിയ തിലകമൊക്കെ ഇട്ടിട്ടുണ്ട്, സത്യനിഷ്ഠ ആര്യ എന്നാണ് പേര് എന്നൊക്കെയാണ് പറയുന്നത്. സത്യത്തിൽ ഈ പേര് ഈ പറയുന്ന എക്സ് മുസ്ലിം ആയിട്ടുള്ള ആള് സ്വീകരിക്കുന്നത് 2018 ನೀನು ಇಂಗ್ಲಿಷ್ പരസ്യമാണ്. 2018 സ്വന്തമായിട്ട് ഒരു പേര് പോലും ഇല്ലാതെ ഒരു പേര് പോലും അവൻ അഡോപ്റ്റ് ചെയ്തതാണ്. കാരണം ഇത്തരം പേര് കിട്ടിയാലേ അവന് 2018 പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 2018 ഈ പേര് സ്വീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആകമാനം നമ്മൾ ഈ പറഞ്ഞതുപോലെ അന്യമത വിദ്വേഷം പരത്തുക. ഇത് തന്നെ അവിടെ ബംഗ്ലാദേശിലാണെങ്കിൽ ഷഹബാസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അതിന്റെ ബ്ലോഗിങ് കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. അവിടെയും യുക്തിവാദി ആയിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്, അല്ല ഒരു മതവിശ്വാസി ആയിരുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിൽ തലയ്ക്ക് ഒരു തിരിവ് സംഭവിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് വലിയ രീതിയിൽ ഇസ്ലാം മതവിദ്വേഷം ഒക്കെ പറയുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ മതത്തെയും അപമാനിക്കുന്ന തരത്തിൽ പറഞ്ഞാൽ മാത്രമേ യുക്തിവാദി ആവുകയുള്ളൂ എന്നുള്ളത് കൊണ്ടായിരിക്കാം. അപ്പൊ അവിടെ നിന്ന് അവസാനം മുസ്ലിമുകൾ അടിച്ചോടിച്ചു. ഇപ്പോ യാതൊരു കാര്യങ്ങളും ചെയ്യാത്ത നമ്മുടെ ഹിന്ദുമത വിശ്വാസികളെ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ചുട്ടുകൊല്ലുകയാണ്. അപ്പോ സ്വാഭാവികമല്ലേ ഇങ്ങനെ ഒരു മനുഷ്യൻ അവിടെ നിന്നിട്ട് ആ മതത്തെ, പ്രവാചകനെ ഒക്കെ നിന്ദിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുക, ബ്ലോഗിങ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവരത് ചെയ്തില്ലെങ്കിലേ മനസ്സിലായി കാണും. പക്ഷെ ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ ജീവൻ ഉണ്ടാവില്ല എന്ന് മനസ്സിലായതോടുകൂടിയാണ് ഏതാണ്ട് 2013 കൂടി ഇന്ത്യയിലേക്ക് കടന്നു കയറുന്നത്. 2013 മുസ്ലിം മതം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് പോരുന്നത്. 2018 ഹിന്ദു മതം സ്വീകരിച്ചു എന്ന് പറയുന്നത്. ഹിന്ദുമതം സ്വീകരിച്ചു എന്ന് പറയുന്നത് പോലും എനിക്ക് സംശയമുണ്ട്. അതായത് ഇവന് ഈ ഹൈന്ദവ മത ദർശനങ്ങൾ സ്വീകരിച്ചു പോകുന്ന ഒരാളാണ് താനെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചിട്ട് ക്രിസ്ത്യൻ ചർച്ചുകളിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ തനിക്ക് വൈറലാകാൻ പറ്റൂ എന്നാണ് മനസ്സിലാക്കി. ഇതുപോലെ വേഷം മാറി പല രൂപത്തിലും ആശയ പ്രചാരണങ്ങളുമായി നടക്കുന്ന ആളുകളുണ്ട്. ഇത് മനഃപൂർവം ചെയ്യുന്നതാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തെ അവഹേളിക്കുക എന്ന തരത്തിൽ പലപ്പോഴും നമ്മൾ ഇതൊക്കെ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടല്ലോ. ഒന്നും വേണ്ട, മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള അജ്മൽ കസബ് വന്നത് ഏത് പേരിലായിരുന്നു? ഒരു പക്ഷേ അജ്മൽ കസബ് ജീവനോടെ പിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും അജ്മൽ കസബ് സംഖ്യയായേനെ. സ്വന്തം പേരിൽ എങ്ങനെയാ വരിക? കുറി തൊട്ടു വന്ന് കാവി കൈലി ഉടുത്ത് ഒരു ചുവന്ന ഷാളൊക്കെ ധരിച്ചു വന്ന് താൻ സംഖ്യയാണ് എന്ന് പറഞ്ഞ ആളുകളെ വിശ്വസിപ്പിച്ചാൽ മാത്രമേ താൻ എടുത്തിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കൂ എന്നിവൻ മനസ്സിലാക്കി. കാരണം മനഃപൂർവ്വമായിട്ടുള്ള ചെയ്തികളാണോ ഇത്? ഇത്തരത്തിലൊക്കെ എങ്ങനെയാണ്? അതും ഒരു ക്രിസ്തുമസ് ദിവസമാണ് ഈ പറയുന്ന വിദ്വേഷ പ്രസംഗമൊക്കെ അവിടെ ചെന്ന് നടത്തുന്നത്. വലിയ രീതിയിൽ ആക്രോശിക്കുകയാണ്. ജയ് ശ്രീറാം എന്ന് വിളിക്കുകയല്ല, അതിനെ ആക്രോശ രൂപേണ പറയുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ കൊണ്ട് അത് പറയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഒരു RSSകാരൻ ബലപ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ജയ് ശ്രീറാം വിളിപ്പിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ലല്ലോ. അല്ല, അതായത് RSSന്റെ നയം ഇതൊന്നുമല്ല. RSSന്റെ ശാഖകളിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. RSS മതത്തിനെ പറ്റി സംസാരിക്കില്ല. RSS അന്യമതങ്ങളെ പറ്റി, ഇതര മതങ്ങളെ പറ്റി, ഒരു മതത്തെ പറ്റി സംസാരിക്കില്ല. ഇതര ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറ്റി സംസാരിക്കില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ സംസാരിക്കില്ല. RSS പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് വ്യക്തിയുടെ സ്വഭാവത്തെയും ആരോഗ്യത്തെയും നന്നാക്കിയെടുക്കുക എന്നുള്ളത്, രണ്ട് രാജ്യത്തെ പറ്റിയുള്ള സ്നേഹം, അതിനെ ആദരിക്കേണ്ടതിന്റെ കാര്യങ്ങൾ, ഭാരതമാതാവിനെ ആദരിക്കുക. നമ്മുടെ രാജ്യത്ത് ഇത്തരം ആളുകളെ നിയന്ത്രിച്ച് ഇത്തരം ആളുകൾക്ക് കൂച്ചുവിലങ്ങിട്ട് നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് കൃത്യമായിട്ടുള്ള ശിക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിക്കണം. എന്നാലേ ഇതുപോലെയുള്ള കൃമി കീടങ്ങൾ ഇനിയും മുളച്ചു വരാതിരിക്കും. ഇതിന്റെ ആ ഒരു ഭീകരമായിട്ടുള്ള രൂപമൊക്കെ കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേന്ന് തോന്നിയിരുന്നു. ഒടുവിൽ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ തന്നെയാണ് കൊണ്ടുവന്ന് എത്തിച്ചത്. ഞാനിത് ഈ ലിവനല്ല ലവനാണ് മറ്റവൻ എന്നൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞത്. അപ്പോ
ഇങ്ങനെ വേഷം മാറിയിട്ടാണെങ്കിലും ശരി, ഒരു പ്രത്യേക മതവിഭാഗത്തെ, അവരുടെ മതവിശ്വാസത്തെ, ആഘോഷത്തെ വ്രണപ്പെടുത്തണം എന്നു മാത്രമേ ഇവർക്ക് ആഗ്രഹമുള്ളൂ. എന്നാലോ ഇവരുടെ മതത്തെ സംബന്ധിച്ചിടത്തോളം അതിവർക്ക് ചക്കരയാണ്, അതിവർക്ക് തൊടാനേ പാടില്ല. ഞങ്ങളുടെ മതം ഞങ്ങളുടെ അവകാശമാണ്. ഇപ്പൊ ഇന്ന് KT ജലീൽ പറഞ്ഞു കേട്ടില്ലേ, എന്റെ ലക്ഷ്യം സ്വർഗമാണ്. വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണ്. വിദ്യാഭ്യാസമുള്ള എല്ലാവരും വിവരമുള്ളവരാണ് എന്ന് ധരിക്കരുത്. വിവരമുള്ള എല്ലാവരും വിദ്യാസമ്പന്നരായിരിക്കണം എന്നും ശഠിക്കരുത്. ഇത് രണ്ടും രണ്ട് തോണിയിൽ പോകുന്നതാ. ഒരിക്കലും ഇത് രണ്ടും ഒരുമിച്ച് പോകത്തില്ല, നമ്മൾ അങ്ങനെ ധരിക്കരുത്. ഇപ്പോ ലീഗ് മതേതര പാർട്ടിയാണ് എന്നിവർ പറയാറില്ലേ? മുസ്ലിം ലീഗ്, അതിൽ തന്നെയുണ്ട് വർഗീയത, അല്ലെ? എന്താണെന്ന് അതുപോലെ തന്നെയാണ്. ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കുന്നതിനു വേണ്ടി ആദം നബിയുടെ ഭാര്യ ഹവ്വ 20 പ്രസവങ്ങളിൽ 40 മക്കൾ, ഈ 40 മക്കളും പരസ്പരം വിവാഹം കഴിച്ചത് ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് എന്നിവര് പറഞ്ഞില്ലേ? അതിലും വലുതൊന്നും അല്ലല്ലോ ഇത്. അതുകൊണ്ട് ഇതല്ല, ഇതിന്റെ അപ്പുറവും പറയും. പിന്നെ നമ്മുടെ മതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില മാനവികതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മാനവികത, നമ്മുടെ മതത്തില് സമാധാനത്തിനല്ല ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്, സാധനത്തിനാണ്. സുന വേണം, അത് നിർബന്ധമാണ്. സെക്സ്, കളി, കുളി, പിന്നെ സ്ത്രീകളുടെ ഒരു വർണ്ണന, അത് സ്വർഗത്തിലെ ഹൂറികളെ കുറിച്ചിട്ടാണ് കേട്ടോ. അതൊക്കെ ഇല്ലാതെ എന്തു മതം? ഏതൊരു വഷളൻ പ്രഭാഷകനെ എടുത്തു നോക്കിയിരുന്നാലും ശരി, അവൻ 2-3 മണിക്കൂർ സംസാരിക്കുന്നതിനിടയിൽ ഏകദേശം ഒരു 10-15 മിനിറ്റ് മറ്റെന്തെങ്കിലും സംസാരിച്ചാലായി. ബാക്കിയെല്ലാം ഇതൊക്കെ ആയിരിക്കും. കാരണം അവർക്ക് ഈ രതി വൈകൃതം അവരുടെ കൂടപ്പറപ്പാണ്, അത്ര പെട്ടെന്നൊന്നും മാറത്തില്ല. പിന്നെ സ്ത്രീ വിരോധങ്ങൾ, ഓ വല്ലാത്ത സംഭവമാണ് കേട്ടോ. കാരണം ഇവർക്കെല്ലാം പറ്റും, വേറെ ആർക്കും ഒന്നും പാടില്ല. ആ പെണ്ണ് വിയർപ്പ് മറ്റുള്ളവർക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പെർഫ്യൂം അടിച്ചാൽ പോലും അവളെ വേശ്യയാണ് എന്ന് പറയാൻ വാനലോകത്തിരുന്ന് സോളാർ സിസ്റ്റത്തെ വരെ നിയന്ത്രിക്കുന്ന ഒരു പടച്ചവന് കഴിയണമെങ്കിൽ ആ പിഴച്ചോന്റെ മൂല്യം എന്താ? ആ പിഴച്ചോൻ മനുഷ്യരിൽ കാണുന്ന മാനവികത എന്താണ്? അവള് പെർഫ്യൂം അടിച്ചുകൊണ്ട് പോയി ഇപ്പൊ എന്താ പ്രശ്നം? ഇന്ന് പെർഫ്യൂം അടിക്കാത്ത, മേക്കപ്പ് ഇടാത്ത, ശരീരത്തിന്റെ വടിവുകൾ മറ്റുള്ളവരൊന്ന് കാണണം എന്ന് ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? മുസ്ലിം സ്ത്രീകൾ ഇടുന്ന പർദ്ദകൾ കണ്ടിട്ടില്ലേ? ബോഡി ഷേപ്പില്. ഏത് മുസ്ലിം പെൺകുട്ടികളാണെന്ന് ലിപ്സ്റ്റിക്കും മേക്കപ്പും ഒന്നും ഇല്ലാതെ പുറത്തിറങ്ങുന്നത്? എന്തേ എല്ലാവരെയും പിടിച്ച് നിങ്ങൾക്ക് വേശ്യകളാക്കാൻ പറ്റുന്നില്ലേ? ഉസ്താദെ, അങ്ങനെയാണെങ്കിൽ ഓരോ ഉസ്താദുമാരുടെ വീടുകളിലും വേശ്യകളുണ്ട്. പെർഫ്യൂം അടിക്കാതെ പോകുന്ന ആളുകളുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടാവും കേട്ടോ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിസാഉൻ കാസിയാത്തുൻ വസ്ത്രം ധരിച്ചിട്ടും ആരിയാത്തുൻ നഗ്നരായി, മാഇലാത്തുൻ മുമീലാത്തുൻ മറ്റുള്ളവരെ ഒന്ന് നോക്കി ചിരിച്ച് അവര് തിരിച്ചിങ്ങോട്ടൊന്ന് കൊഞ്ചി, റൂസഹുന്ന കഅസ്രിമത്തിൽ ബുഖ്തിൽ മാഇല, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് പൊക്കി വെച്ച് അങ്ങനെയൊക്കെ പോകുന്ന ആളുകളില്ലേ? ലാ യദ്ഖുൽനൽ ജന്നത വലാ യജ്ദിന റീഹഹാ, അവര് സ്വർഗത്തിൽ പ്രവേശിക്കില്ല, സ്വർഗത്തിന്റെ മണം പോലും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഒരു പെണ്ണ് ഒന്ന് നന്നായി ഒരുങ്ങിയാൽ അതുപോലും പടച്ചവന് പിടിക്കുന്നില്ല. അതേപോലും പുരുഷൻ ഒരുങ്ങിയാൽ കുഴപ്പമില്ല. ഇച്ചിരി മാനവികത എടുക്കട്ടെ ചുമ്മാ. പെണ്ണൊന്ന് ലിപ്സ്റ്റിക് ഇട്ടാൽ പടച്ചവന് പിടിക്കില്ല, പെണ്ണ് നന്നായിട്ടൊന്ന് അണിഞ്ഞൊരുങ്ങിയാൽ പടച്ചവന് പിടിക്കില്ല. സോന ഫാത്തിമ, നിന്റെ വീട്ടിൽ വന്ന് പറയണോ ഇത്? ലെവലില്ലാത്ത അപ്പിക്കുപ്പായക്കാരി, ഞാൻ ഇത് പറഞ്ഞു തന്നെയാണ് ഇന്ന് ലൈവ് തുടങ്ങിയത്. വെറും 18 മിനിറ്റ് ആയിട്ടുള്ളൂ ഞാൻ ലൈവ് തുടങ്ങിയിട്ട്. ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം അതായിരുന്നു. കേട്ടില്ല അല്ലെ? അവനെന്നാ ഊപ്പിയിലെ സംഘി ഭീകരനായിരുന്നില്ല, സുഡു ഭീകരനായിരുന്നു.
പാവം ഒരു മൂലയ്ക്ക് പോയിരുന്ന് കരഞ്ഞു വെച്ചല്ലേ. അപ്പോ അതാണ് കണ്ടോ, അബ്ദുൽ സമദ് വന്ന് പറയാണ്, പെണ്ണൊരുങ്ങിയാൽ വയറ് വീർക്കുമെന്ന്. നിന്നെ പോലെയുള്ള ആളുകളുടെ സുന ചെത്തണമടാ. ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ കണ്ടാൽ ഉടനെ സുന പൊങ്ങുന്ന നബിയുടെ അനുയായിയല്ലേ നീയ്? അതുകൊണ്ട് കൈക്കരുത്തുള്ള സുന്ദരിയായിട്ടുള്ള പെണ്ണിന്റെ വയറ് വീർപ്പിക്കാൻ നീ കലപ്പയുമായിട്ട് ചെന്നാൽ മൂത്രമൊഴിക്കാൻ പോലും ഒരു സുന നിനക്കുണ്ടാകത്തില്ല മോനെ. മുഹമ്മദ് ഹനീഫ, നീയും ഉമ്മയും ഇങ്ങനെ ആയിരിക്കും അല്ലേ? കുഴപ്പമില്ലടാ, നമ്മുടെ മതമല്ലേ. അമ്മയെ ഒന്ന് ഭോഗിച്ചെന്ന് കരുതി എന്താ ഇപ്പൊ പ്രശ്നം? കുഴപ്പമില്ല, അവൻ എന്നെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അവനെ തിരിച്ചു പറഞ്ഞതാ. പിന്നെ ആരാണ്? ബിഷിർ മോൻ. ബിഷിർ മോന്റെ ഉമ്മ പോലെ അടിച്ചാണെന്ന്. വാപ്പാടെ കുറവല്ലേ മോനെ, ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? വാപ്പയ്ക്ക് കലപ്പ പൊങ്ങണുണ്ടാവൂല, അതുകൊണ്ട് നല്ല ബലമുള്ള സാധനം നോക്കി ഉമ്മ പോയി കാണും. ഇപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ചെയ്യാനില്ല മോനെ, കേട്ടോ. അപ്പോ ലവ് ജിഹാദ് അല്ല, അതായത് സ്വയം വരം നടത്തിയ പെണ്ണു വേശ്യയാണെന്ന്. അങ്ങനെ ഈ മതത്തില് മൊത്തം ഇതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. മനസ്സിലായില്ലേ? ബിഷിർ മോൻ ഉമ്മായി വിളിച്ചാൽ മതി കേട്ടാ. മുഹമ്മദ് ഹനീഫ, നീ എന്നെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നിന്റെ ഉമ്മയെ പറഞ്ഞത്, കേട്ടോടാ നാറി. നിന്റെയൊക്കെ വീടുകളിലാടാ സഞ്ചരിക്കുന്ന വേശ്യാലയങ്ങളുള്ളത്. അതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ, കേട്ടാ. അതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഇവന്റെയൊക്കെ വീടുകളിൽ ഇവന്റെയൊക്കെ വാപ്പമാരെ ഉറക്കിക്കിടത്തിയിട്ട് ഉമ്മമാര് പോകുന്നുണ്ട് പിൻവാതിലിലൂടെ. അതുകൊണ്ടാണ് ഇവന്മാരൊക്കെ എല്ലാവരും ഇങ്ങനെയാണ് എന്ന് ധരിക്കുന്നത്. ബിഷിർ മോൻ ഒരു മൂലയ്ക്ക് പോയിരിക്കച്ചല്ലേ. അക്കൂസ്, നമ്മുടെ മതത്തിലാടാ പിൻവാതിൽ നിയമനമുള്ളത്, അതറിയില്ലേ? നമ്മുടെ മതത്തിലാണുള്ളത്. അപ്പോ ഹനീഫ കാക്ക പോയൊരു മൂലയ്ക്ക് ഇരുന്നിട്ടേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരിക്കൊരു മൂലയ്ക്ക് ചെല്ലേ. അതെ ശശീന്ദ്രൻ, ഈ പുസ്തകമെന്ന് പറഞ്ഞാലും ഞാൻ തുടക്കം തന്നെ പറഞ്ഞില്ലേ, ഈ മതനാമധാരികൾ തെറിവാചകങ്ങളല്ലാതെ പറയില്ല, സെക്സ് കലർന്ന സംഭാഷണങ്ങളല്ലാതെ നടത്തില്ല. കാരണം ഇവർക്ക് നയന സുഖമുണ്ട്, ദൃശ്യസുഖമുണ്ട്, സ്പർശന സുഖമുണ്ട്. അങ്ങനത്തെ ത്വക്ക് രോഗികളായിട്ടുള്ള ക്യാൻസർ മതക്കാരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ എന്നെ പറഞ്ഞാൽ ഞാൻ അവന്റെ തള്ളയെ പറയും, എന്റെ തള്ളയെ പറഞ്ഞാൽ ഞാൻ അവന്റെ തള്ളയുടെ തള്ളയെ പറയും, എന്റെ തന്തയെ പറഞ്ഞാൽ ഞാൻ അവന്റെ കുഴി കിടക്കുന്ന തന്തയുടെ തന്തയുടെ തന്തയെ പറയും. അത് ഞാൻ പറയും. അപ്പോ പെണ്ണ് നന്നായിട്ടൊന്ന് അണിഞ്ഞൊരുങ്ങിയാൽ പടച്ചവന് പിടിക്കില്ല. രാജീവിന്റെ വാപ്പ വെടിവെച്ചതിലാണോ മോന്? നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോനെ. അങ്ങനെയുള്ള വേശ്യാ ജന്മങ്ങൾക്കു മാത്രമേ ഇതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് മറ്റുള്ളവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും മറ്റുള്ളവരുടെ സ്ത്രീത്വത്തെയും ഒക്കെ ആക്ഷേപിക്കാൻ പറ്റൂ. ഹസീന സക്കീർ, അവിടെ നില്ലടി മോളെ, നിങ്ങളെ പോലെയുള്ള ആളുകളെ തന്നെയല്ലേ ഞാൻ ഈ കാത്തു നിൽക്കുന്നത്. നമ്മുടെ മതത്തിൽ ആണിനും പെണ്ണിനും ഒക്കെ തുല്യതയാണെന്ന്, ആരാണെങ്കിലും അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലാന്ന്. ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ സുഗന്ധം ഉപയോഗിക്കുന്നു, അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിക്കുന്നു, എന്നിട്ടൊരു ജനതക്കരികിലൂടെ അവൾ നടന്നു പോകുന്നു, അത് പ്രശ്നമാണ്. അതേ ഉള്ളൂ ഇവിടത്തെ പ്രശ്നം. ആണിനതൊക്കെ ചെയ്യാം, പെണ്ണ് വേശ്യയാണ്. മനസ്സിലായോ? പോക്ക് പ്രശ്നം അതാണ്, അടിച്ചു വീശുന്നു, അതാണ് പ്രശ്നം. എന്നിട്ട് ബാക്കി പറ. അവൾ എന്തിനാ സുഗന്ധം ഉപയോഗിച്ചത്? മറ്റുള്ളവരൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് മണം ഒന്ന് കണ്ട് എന്നിലേക്കൊന്ന് ആകർഷിക്കട്ടെ
എന്ന് വിചാരിച്ചുകൊണ്ട് കാക്ക, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ ശരീരത്തിന്റെ വിയർപ്പ് ഗന്ധം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ ഈ മണം കേട്ട് കഴിഞ്ഞാൽ ഉടനെ ആളുകളൊക്കെ ഓടി ഓടി ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടല്ല. സുഗന്ധം ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണ് ഫയസാനിയ, വ്യഭിചാരിയാണ്. അവൾ വേശ്യയാകുന്നു. അപ്പൊ അറബികളൊക്കെ വെടികളാണ്. അറബി എന്ന് പറയുമ്പോൾ അറബി അങ്ങനെ ആണെന്നാണല്ലോ ഇവര് പറഞ്ഞു വരുന്നത്. അക്ബറെ, ഉമ്മായോട് പോയി ചോദിക്ക്. ഉമ്മ ആയിരിക്കുമല്ലോ. ഉമ്മ ആണല്ലോ മോനെ. ഉമ്മ വേശ്യാവൃത്തിയിലൂടെ അല്ലേ മോനെ നിന്നെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഉമ്മായോട് പോയിട്ട് ചോദിക്കുന്നതാണ് നല്ലത്. നമ്മളോട് ചോദിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അവരൊക്കെ പിന്നെ റെനി, ഈ കമന്റന്മാർക്കൊക്കെ കൃത്യമായിട്ട് റെനി തന്നെ മറുപടി കൊടുത്താൽ ഞാൻ ആ ഭാഗത്തേക്ക് വരില്ല കേട്ടോ. ഓക്കെ. ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ? അപ്പോൾ അറബികളും അറബി പെണ്ണുങ്ങളും ഒക്കെ പോക്കാണെന്ന് ഉസ്താദ് പറഞ്ഞു. ശരി, സാരമില്ല. മുരിട്ട് കിടവൻ തലേ തുണിയിട്ട് ടീ വന്ന കാലത്ത് വന്ന് പറയാൻ പറ്റിയ വർത്താനമാണ്. അപ്പൊ ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ സുഗന്ധം അടിക്കുന്നവരൊക്കെ മറ്റൊരാളാണ് ഇയാൾ പറഞ്ഞു വരുന്നത്. ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ വേണ്ട, ഇവനെ പോലെയുള്ള ആളുകളെ വലിച്ചു കീറി മുളകരച്ച് വെയിലത്ത് വെച്ചിട്ട് വാട്ടണ്ടേ? ഏതു കൊലത്തിൽ പോകുന്നവരാണ് ആഷിഫെ? നീ പോയി വ്യക്തമായിട്ട് പോയി കേൾക്ക്. ചെല്ലെ, നമുക്ക് കാര്യം മനസ്സിലായി. മോൻ മോനൊരു മൂലയ്ക്ക് പോയിരുന്നേ. ഉസ്താദിന്റെ ഒരു 3 മണിക്കൂർ പ്രസംഗമുണ്ട്, അത് മൊത്തം അങ്ങോട്ട് കേൾക്ക്. ഇന്നൽ ആഖില യക്ഫിൽ ഇഷാറ, ബുദ്ധിമാൻ ഇത്ര മതി. സുഗന്ധം പൂശി നടക്കുന്ന പെണ്ണ് വേശ്യയാണ്. അത് എപ്പോൾ പറഞ്ഞു, എന്തിനു പറഞ്ഞു, ആര് പറഞ്ഞു, ഇതൊന്നുമല്ല ഇവിടത്തെ വിഷയം. സുഗന്ധം ഉപയോഗിക്കുന്ന അറബി പെണ്ണുങ്ങൾ വേശ്യകളാണോ? ദുബൈ രാജാവിന്റെ മകൾ ഷെയ്ഖ മെഹ്റ വേശ്യയാണോ? നിങ്ങൾ പറയണം. അവര് ഒരു പെർഫ്യൂം ഉണ്ടാക്കുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരാദ്യമായി തുടങ്ങിയ പെർഫ്യൂമിന്റെ പേരെന്താണെന്ന് അറിയാമോ? ഡിവോഴ്സ്. ഭർത്താവിനെ മുത്തലാക്ക് ചൊല്ലി ഒഴിവാക്കിയിട്ട് അവർ ഒരു കണ്ടന്റ് ക്രിയേറ്റർ, ഒരു ഇൻസ്റ്റഗ്രാമറാണ്. അവര് ഒരുപാട് ട്രേഡുകൾ നടത്തുന്ന ആളാണ്. എന്തേ അവിടെയൊന്നും പറയാൻ പറ്റുന്നില്ല അല്ലേ? ഇതുപോലെയുള്ള ഉസ്താദുമാർക്ക് കേരളത്തിലെ കുറച്ച് പാവപ്പെട്ട സ്ത്രീകളെ മതക്കസർത്ത് പഠിപ്പിക്കാനല്ലാതെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മതം പറയാൻ ഇവർക്ക് പറ്റില്ല. ദുബൈ രാജാവിന്റെ മകള് വേശ്യയാണെന്ന് ഇവരൊന്ന് പറയട്ടെ. MBS കാഫിറാണെന്ന് ഇവരൊന്ന് പറയട്ടെ. കുവൈറ്റ് രാജകുമാരൻ മതം ഉപേക്ഷിച്ചു, അവരൊക്കെ കാഫിറുകളാണെന്നും നരകത്തിലേക്ക് പോകുന്നവരാണെന്നും ഇവരൊന്ന് പറയട്ടെ. ഇന്തോനേഷ്യയിലെ ഭരണാധികാരിയുടെ മകൾ ഹൈന്ദവ മതം സ്വീകരിച്ചു, ഒന്ന് പറ. ആ ഇസ്ലാം എന്ന മതം വലിച്ചെറിയുന്ന അറേബ്യൻ ജനതയെ നിങ്ങൾ കണ്ടോ? അവര് കണ്ട മദ്യമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. ഇവർക്കിപ്പോഴും അയ്യോ പെർഫ്യൂം അടിക്കാമോ പാടില്ലേ, അങ്ങനെ ചെയ്യാമോ പാടില്ലേ, ഇങ്ങനെ ചെയ്യാമോ പാടില്ലേ? എന്റെ പൊന്നാര കാക്ക, ഇനി ഇതൊക്കെ വച്ചോണ്ടിരുന്നിട്ട് വല്ല കാര്യവുമുണ്ട്? ഇപ്പോ പണമില്ലെങ്കിൽ മദ്യവും ഹറാമല്ല. പാകിസ്ഥാന് പണം ഉണ്ടാക്കാൻ പുതിയ ഒരു വഴി തേടിയതറിഞ്ഞോ? മദ്യം. സൗദിയിലല്ലേ MBS ഒരുപാട് ബാറുകൾ തുറന്നത്? എന്തേ അവിടെയൊന്നും ഹറാമും ഹലാലും ഒന്നും പണയാൻ പറ്റുന്നില്ലേ നിനക്ക്? എന്താ പണയാൻ പറ്റാത്ത മോനെ? എന്താ പറയാൻ പറ്റാത്തത്? മദ്യം ഹറാമാണ്, എന്തേ പറയാൻ പറ്റുന്നില്ലേ? പ്രവാചകൻ പോലും കള്ളു കുടിച്ചിട്ടുണ്ട്. പ്രവാചകൻ കുടിച്ചെന്നും പറഞ്ഞ് നമ്മുടെ MM അക്ബറും ഓടിച്ചെന്ന് കള്ളു കുടിച്ച ആളാ. ശരി, എന്നാല് പണമില്ലാത്തത് കൊണ്ടും ദാരിദ്ര്യം ഒരുപാട് അനുഭവിക്കുന്നത് കൊണ്ടും
തൽക്കാലം മദ്യം വിറ്റ പണം ഉപയോഗിച്ചിട്ട് പാകിസ്ഥാൻ മുന്നോട്ട് കൊണ്ടുപോയാലോ എന്ന് പാകിസ്ഥാൻ ചിന്തിച്ചു. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? പാകിസ്ഥാൻ 50 വർഷം മദ്യവിൽപ്പന ആരംഭിച്ച പാകിസ്ഥാൻ 50 വർഷം നീണ്ടുനിന്ന നിരോധനം മാറ്റിക്കൊണ്ടാണ് മറ്റു രാജ്യങ്ങളിലേക്ക് മദ്യം കയറ്റുമതി ചെയ്യാൻ പാകിസ്ഥാൻ ഒരുങ്ങുന്നത്. സാമ്പത്തികമായി തന്നെ കൂപ്പുകുത്തിയതോടുകൂടി നിക്കക്കള്ളി ഇല്ലാതെ തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ നെട്ടോട്ടം ഓടുകയായിരുന്നു. ഇതോടുകൂടി ഇപ്പോൾ രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലാതെ വന്നതോടെയാണ് മദ്യവിൽപ്പനയ്ക്ക് തിരിഞ്ഞിരിക്കുന്നത് എന്നതാണ് അവർ വാദമുഖം ഉന്നയിക്കുന്നത്. മദ്യം വിറ്റും രാജ്യത്തെ കരകയറ്റാം എന്ന ആത്മവിശ്വാസത്തിലാണ് പാകിസ്ഥാൻ. ഓർക്കണം, പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്. മദ്യം പോലും ഹറാമാണ് എന്ന് വാദിക്കുന്നവരാണ് ഇപ്പോൾ മദ്യവിൽപ്പന ആ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം പാകിസ്ഥാൻ എത്രത്തോളം ഇപ്പോൾ ഗതികേട്ടിലാണ് മുന്നോട്ട് പോകുന്നത് എന്നത്. പാകിസ്ഥാനിലെ മദ്യ കമ്പനിയായ മാരി ബ്രൂവർക്ക് വിദേശത്തേക്ക് മദ്യം കയറ്റുമതി ചെയ്യാൻ അനുമതി ലഭിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിൽ മദ്യം വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും നിലവിൽ നിരവധി നിയന്ത്രണങ്ങളുണ്ട്. മദ്യവിൽപ്പന അപ്പോ മതമേതായാലും മദ്യം ബിസ്മി പറഞ്ഞു കൂച്ചാ മതി, കുഴപ്പമൊന്നുമില്ല അല്ലേ? എല്ലാ മതത്തിലും ആണിനും പെണ്ണിനും ഓരോ നിയമങ്ങളുണ്ട്. ഇസ്ലാമിൽ മാത്രമല്ല. ഹസീന സക്കീർ ചെന്നൊരു മൂലക്കിരുന്നു. ഞാൻ ഇസ്ലാമിലെ സമത്വത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മറ്റു മതങ്ങളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് പറഞ്ഞോ. ഇസ്ലാം പടച്ചോന്റെ മതമല്ലേ? ആ മതത്തിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഭോഗവസ്തു അല്ലേ? പെണ്ണ് എന്ന് പറഞ്ഞാൽ അവൾ വിരിപ്പാണ് കിടക്കണം, അവൾ എപ്പോഴും കിടക്കണം. പെണ്ണ് ബെഡ്ഷീറ്റ്. ഉസ്താദ് പറഞ്ഞ, നമ്മളാരും പറഞ്ഞതല്ല. EP അബൂബക്കർ കാസിമി. ഏതു മതമാ അങ്ങനെ പഠിപ്പിക്കുന്നത്? പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് ഗർഭപ്പലകയിൽ പ്രസവം പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ പോലും ഭർത്താവിന്റെ കലപ്പ പൊങ്ങിയാൽ കിടന്നു കൊടുക്കണം സ്ത്രീ എന്ന് പഠിപ്പിക്കുന്ന വേറെ ഏതു മതദർശനം നിങ്ങൾക്കറിയാം? സ്ത്രീകളെ എല്ലാ മതവും അങ്ങനെയാണ് കാണുന്നത് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. മറ്റേതു മതമാണ് ഇത്രയും രൂപത്തിൽ കാണുന്നത്? ശരി, അർഹിക്കുന്ന സ്ഥാനമാനങ്ങളൊന്നും സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല എന്നത് നേരാണ്, സമ്മതിക്കുന്നു. അപ്പോ ഇസ്ലാം എന്താണ് എന്നാണ് ഞാനിവിടെ പറയുന്നത്. കാരണം ഞാൻ ഇസ്ലാം എന്ന മതത്തിൽ ജനിച്ച് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. ഇസ്ലാം എന്നെ പിടിച്ച് കടിച്ചോ കുടിച്ചോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമല്ലേ? സ്ത്രീകൾ അടിമകളാണ് എന്നത് നേരാണ്, കുളപ്പുള്ളി സമ്മതിക്കുന്നു. പക്ഷേ ഇത്രയും തരംതാണ രൂപത്തിൽ ഒരു പെണ്ണിനെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് എന്ന് വരെ പറഞ്ഞു. കണ്ടോ, വിഷയത്തിൽ നിന്നും വ്യതിചലിച്ച് പോകുവാണ്. അപ്പോ മദ്യം നിർബന്ധിതമായ സാഹചര്യത്തിൽ ഹലാലുകൾ ഹറാമാകും, അല്ല ഹറാമുകൾ ഹലാലാകും. കഴിഞ്ഞൊരു ദിവസം ഉസ്താദിനോട് ഒരു സ്ത്രീ ചോദിക്കുകയാണ്, ഉസ്താദെ പിന്നെ സ്വയംഭോഗം ചെയ്യാമോ? അപ്പൊ അയാള് വളരെ നിർബന്ധിതമായ അവസ്ഥയാണെങ്കിൽ ചെയ്യുന്നവന്റെ ഒരു വാണമൊക്കെ അടിക്കാൻ കുഴപ്പമില്ല. എന്ത് ചെയ്യാന്? ഒരു വാണമൊക്കെ നിർബന്ധിതമായ സാഹചര്യമാണെങ്കിൽ അടിക്കാമെന്ന്. എന്തോ ചെയ്യാന്? ചോദിക്കുന്ന ആൾക്കാരും കൊള്ളാം, ഉത്തരം പറയുന്ന ആളും കൊള്ളാം. വേറൊരു ചോദ്യം ഉസ്താദ് വന്ന് നീട്ടിപ്പിടിച്ച് വായിക്കുവാണ്. അപ്പോ റെനി കമന്റ്സ് നോക്കണേ. ഞാൻ അവന്മാർക്ക് മറുപടി പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിൽ നിന്ന് പോകും. അപ്പൊ ഉസ്താദിനോട് ഒരു സ്ത്രീ വന്നിട്ട് ചോദിക്കാണ്, ഉസ്താദെ ശുക്ലം കുടിക്കാമോ? വേറൊന്നും കുടിക്കാനില്ലേ? വേറെ ഒന്നിനെ കുറിച്ചും ഇവർക്ക് ചിന്തിക്കാനില്ലേ? അപ്പൊ ഉസ്താദ് വളരെ മുട്ടിപ്പോയാൽ ശകലമൊക്കെ കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലാന്ന്. അപ്പം ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് മരുഭൂമിയല്ല, വേറെ വഴിയൊന്നുമില്ല. അയ്യോ, വല്ലാത്ത ജാതി സാധനങ്ങളെ, വല്ലാത്ത ചോദ്യവും അതിനേക്കാൾ വല്ലാത്ത ഉത്തരങ്ങളും. എന്തോ ചെയ്യാനാ? വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത മതപുരോഹിതന്മാരുടെ തലയിലല്ലേ ഈ മതം കിട്ടിയത്? ഞാനല്ല പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിയിരിക്കുന്നത്. വീടുകളിൽ അടങ്ങിയിരിക്കാൻ ഖുർആൻ
ഇതിപ്പോ പറഞ്ഞ വിചാരം എന്താ എന്താ കേൾക്കണ നല്ല ഒന്നാം തരം കാക്കാമാര് ചെയ്യണം വിചാർക്ക് വേറെ പണിയൊന്നുമില്ല കാലം ചെയ്യാത്ത വിചാരം വല്ലാക്ക ഇറങ്ങി തിരിച്ചേക്കെന്നല്ലേ പറയുള്ളൂ ഇതിൽ അടങ്ങിയിരിക്കെ. അപ്പൊ പിന്നെ എങ്ങനെയാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണേ? സ്ഥാനാർത്ഥിയായാൽ സ്ത്രീയെ ശാക്തീകരിക്കാനുള്ളതല്ലേ? നിനക്ക് ശാക്തീകരണം വേണ്ടേ? എടാ നിന്നെ ശാക്തീകരിക്കാനാണോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പെണ്ണുങ്ങളെ തെരുവിറക്കിയേ? പെണ്ണുങ്ങൾക്ക് ഈ 33-50% കൊടുക്കുന്ന പെണ്ണിനെ ശാക്തീകരിക്കാനാണോ? അങ്ങനെയല്ലേ പറഞ്ഞത്? കാരണം ഈ ബുയൂത്തിക്കുന്ന നിങ്ങൾ പെണ്ണ് കണ്ടോ, പെണ്ണ് വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയണം. ഞാന് ഉസ്താദിന്റെ മറ്റേ പെർഫ്യൂം അടിക്കുന്ന ഹുസൈൻ സലഫിയുടെ വീഡിയോ ഇട്ടപ്പോ ഒരുത്തം വന്ന് കമന്റ് എഴുതിയത് കണ്ടായിരുന്നു. പെണ്ണ് പെർഫ്യൂം അടിച്ച് വീടിന് പുറത്തിറങ്ങിയാൽ പെണ്ണിന്റെ വയറ് വീർക്കുമെന്ന്. എല്ലാ പെണ്ണുങ്ങളോടും നടക്കില്ല. ഉസ്താദിന്റെ സുന പോകും, മൊത്തം തേച്ച് ചെത്തി അങ്ങോട്ട് വിടും. പിന്നീട് മൂത്രം ഒഴിക്കാൻ പ്ലാസ്റ്റിക് ട്യൂബ് ഇടേണ്ടുന്ന അവസ്ഥയിലേക്ക് വരും. ഞങ്ങളുടെ നാട്ടിൽ പട്ടിക്ക് പേ പിടിച്ചാൽ പട്ടിയെയാണ് പൂട്ടിയിടാറുള്ളത്. ആ നാട് മുഴുവനും പൂട്ടിക്കിടക്കേണ്ട കാര്യമില്ല. അപ്പോ അവര് കാണിക്കുന്നതിനല്ല പ്രശ്നം, നീയൊക്കെ കണ്ണുകൾ കൊണ്ട് നോക്കുന്നു, ലിംഗം കൊണ്ട് ചിന്തിക്കുന്നു, കേറി പ്രയോഗിക്കുന്നു. അല്ലാതെ ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കാൻ പറ്റുന്നില്ല. തലച്ചോറ് ഉപയോഗിക്കാൻ പറ്റാതെ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്. സോന ഫാത്തിമ, റിനി അവൾക്ക് നല്ല മറുപടി കൊടുക്കുക കേട്ടാ. അപ്പോ പറഞ്ഞത് മനസ്സിലായല്ലോ. ചോദ്യം ചോദിക്കുന്ന ആൾക്കാരും കൊള്ളാം, ഉത്തരം പറയുന്ന ആൾക്കാര് അതിനേക്കാൾ നല്ല ടീംസാ. അപ്പോ പെണ്ണിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒരു പുരുഷൻ കണ്ടാൽ ഉടനെ തന്നെ